കുറെ പന്തുകൾ 5 പെട്ടികളിലായി വെച്ചിരിക്കുന്നു. എല്ലാ പെട്ടികളിലെയും പന്തുകളുടെ എണ്ണം തുല്യമാണോ? അല്ലല്ലോ. എല്ലാ പെട്ടികളുടെയും പന്തുകളുടെ എണ്ണം തുല്യമാക്കണം. എന്തു ചെയ്യും? 5ാമത്തെ പെട്ടിയിൽ ഒരു പന്തേ ഉള്ളൂ. എന്നാൽ 1ാമത്തെ പെട്ടിയിൽ 7 പന്തുകളുണ്ട്. 1ാമത്തെ പെട്ടിയിൽ നിന്ന് ഒരെണ്ണം 5ാമത്തെ പെട്ടിയിലേക്ക് മാറ്റാം. ഇപ്പോഴും എണ്ണം തുല്യമായില്ലല്ലോ. ഒരെണ്ണം കൂടി മാറ്റി നോക്കാം. ഇനി ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? 4ാമത്തെ പെട്ടിയിൽ അല്ലേ? ഏറ്റവും കൂടുതലുള്ളതോ 2ാമത്തെ പെട്ടിയിൽ. 2ാമത്തെ പെട്ടിയിൽ നിന്ന് ഒരു പന്ത് 4ാമത്തെ പെട്ടിയിലേക്ക് മാറ്റി നോക്കാം. ഇതുപോലെ കൂടുതലുള്ള പെട്ടിയിൽ നിന്ന് കുറവുള്ള പെട്ടിയിലേക്ക് പന്തുകൾ മാറ്റിവെച്ചുകൊണ്ട് അവയുടെ എണ്ണം തുല്യമാക്കാമല്ലോ. ഇപ്പോൾ ഓരോ പെട്ടിയിലും എത്ര പന്തുകൾ വീതമുണ്ട്? 4 അല്ലേ? അപ്പോൾ 5 പെട്ടികളിലും കൂടി ആകെ എത്ര പന്തുകൾ ഉണ്ടാവും? 5 ഗുണിക്കണം 4 അഥവാ 20. പെട്ടിയിൽ പന്തുകളുടെ എണ്ണം വ്യത്യസ്തമായിരുന്നപ്പോൾ ആകെ എത്ര പന്തുകൾ ഉണ്ടായിരുന്നു? 20 തന്നെ അല്ലേ? കാരണം നാം പുതുതായി പന്തുകൾ കൊണ്ടുവരികയോ ഉള്ളവയെ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല. 20 പന്തുകളെ 5 പെട്ടികളിൽ തുല്യമായി വീതിക്കുക മാത്രമാണ് നാം ചെയ്തത്. ആകെ പന്തുകളുടെ എണ്ണം അറിയാമെങ്കിൽ പന്തുകൾ മാറ്റിവെച്ച് നോക്കാതെ തന്നെ ഓരോ പെട്ടിയിലും എത്ര പന്തുകൾ വീതം വേണം എന്ന് പറയാൻ കഴിയില്ലേ? ആകെയുള്ള 20 പന്തുകളെ 5 തുല്യഭാഗങ്ങളാക്കിയാൽ മതിയല്ലോ. 20 ഹരിക്കണം 5 സമം 4 ആണ്. അതിനാൽ ഓരോ പെട്ടിയിലും 4 പന്തുകൾ വീതം വേണം. 5 പെട്ടികളിലും കൂടി 20 പന്തുകളുണ്ട്. എല്ലാ പെട്ടികളിലും ഒരേ എണ്ണം പന്തുകൾ ആവണമെന്നില്ല. അതിനാൽ ഓരോ പെട്ടിയിലും 20 ഹരിക്കണം 5 അഥവാ 4 പന്തുകൾ ഉണ്ടാവും എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഇതുപയോഗിച്ച് ചില കാര്യങ്ങൾ പറയാം. എല്ലാ പെട്ടികളിലും ഒരേ എണ്ണം പന്തുകളാണുള്ളതെങ്കിൽ ഓരോ പെട്ടിയിലും 4 പന്തുകൾ വീതമുണ്ടാകും. ഒരു പെട്ടിയിലെങ്കിലും 4ൽ കുറവ് പന്തുകളുണ്ട്. എല്ലാ പെട്ടികളിലും 4ൽ കൂടുതൽ പന്തുകൾ ഉണ്ടെങ്കിൽ ആകെ പന്തുകളുടെ എണ്ണം 20ൽ കൂടുമല്ലോ. ഒരു പെട്ടിയിലെങ്കിലും 4ൽ കൂടുതൽ പന്തുകളുണ്ട്. എല്ലാ പെട്ടികളിലും 4ൽ കുറവ് പന്തുകളേ ഉള്ളൂ എങ്കിൽ ആകെ പന്തുകളുടെ എണ്ണം 20ൽ കുറവായിരിക്കുമല്ലോ. എല്ലാ പെട്ടികളിലും ഒരേ എണ്ണം പന്തുകളല്ല ഉള്ളതെങ്കിൽ ചില പെട്ടികളിൽ 4ൽ കുറവും മറ്റു ചിലതിൽ 4ൽ കൂടുതലും പന്തുകൾ ഉണ്ടാവും. ഇവിടെ സംഖ്യാപരമായ വിവരങ്ങളിൽ നിന്ന് മൊത്തത്തിലുള്ള ഏകദേശ രൂപം കിട്ടാനായി അവയെ ഒരു സംഖ്യയായി ചുരുക്കുകയാണ് ചെയ്തത്. അതിന് നാം എന്താണ് ചെയ്തത്? ആകെ പന്തുകളുടെ എണ്ണത്തെ പെട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു. ഇങ്ങനെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയെ സാധാരണ ഭാഷയിൽ ശരാശരി എന്നും കണക്കിന്റെ ഭാഷയിൽ മാധ്യം എന്നുമാണ് പറയുന്നത്.